ലക്ഷറി വാഹനങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പലർക്കും അറിവുള്ള കാര്യമാണെങ്കിലും എനിക്ക് ഒരുപാട് കോളുകൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾ, ഇവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നതാണ് ക്ലസ്റ്ററിൽ വരുന്ന വാണിങ്ങുകൾ. രണ്ട് രീതിയിലാണ് ക്ലസ്റ്ററിൽ വാണിങ്ങുകൾ വരുന്നത്. നമ്മുടെ സിഗ്നലിലെ പോലെ തന്നെ റെഡ് കളറിലും യെല്ലോ കളറിലും. യെല്ലോ എന്നതിനർത്ഥം ശ്രദ്ധിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. പലരും യെല്ലോ കളറിലെ വാണിംഗ് വരുമ്പോഴേക്ക് പാനിക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ ഫോൺ ചെയ്യുകയും സർവീസ് സെൻറ്ററിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ അപ്ഡേഷനും നമ്മുടെ മൊബൈലിൽ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നൊരു കാലത്ത് അതിനെക്കുറിച്ച് പാനിക് ആവേണ്ടതില്ല. അതേസമയം റെഡ് കളറിലാണ് ഒരു സിഗ്നൽ വരുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ വാഹനം സൈഡാക്കുകയും അല്ലെങ്കിൽ വാഹനം സ്റ്റോപ്പ് ചെയ്യുകയും ആ വാഹനം പിന്നീട് ഓടിക്കാതിരിക്കുകയും വേണം. കാലങ്ങളായി ലക്ഷറി വാഹനങ്ങളോ അല്ലെങ്കിൽ ജർമ്മൻ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് അറിയുന്ന അറിവാണെങ്കിലും പുതുതായി ഒരു ലക്ഷറി വാഹനങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരുവിധം പുതിയ വാഹനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ക്ലസ്റ്ററിൽ സിഗ്നലുകൾ വരുന്നതാണ്. നമ്മുടെ എല്ലാം ദീർഘയാത്രകളിൽ ഒരു സിഗ്നൽ വരുമ്പോഴേക്ക് പാനിക്കാകാതെ ഗൂഗിൾ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് യാത്ര തുടരാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ബ്രേക്ക് പാഡിൻ്റെ സിഗ്നൽ വന്നാൽ മിനിമം 500 കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അഡ്വാൻസ് ആയിട്ട്, അത് 500 കിലോമീറ്റർ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിഗ്നലിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സിഗ്നൽ യെല്ലോ കളറിൽ കാണുമ്പോഴേക്കും നമ്മൾ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല.